ഹലോ ഓൾ, നമ്മളൊരു സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മളെ പറയാൻ പോകുന്നത് ടൈം കോംപ്ലക്സിറ്റി. ഓരോ ഫംഗ്ഷൻ്റെയും ടൈം കോംപ്ലക്സിറ്റീനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞു ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ടൈം, എത്ര ടൈം വേണം എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഉണ്ട്. അതായത് കമ്പൈൽ ടൈം എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ടൈം കോംപ്ലക്സിറ്റിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ റൺ ടൈം എന്ന് പറയുന്ന വേരിയബിൾ ടൈം കോംപ്ലക്സിറ്റിയും വരുന്നുണ്ട്. ഓക്കെ, വേരിയബിൾ കോംപ്ലക്സിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐട്രേറ്റീവ് ഫംഗ്ഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, സിമ്പിൾ ഒരു ജസ്റ്റ് ഒരു ലൈൻ എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യില്ലേ, വേരിയബിൾ ഡിക്ലറേഷൻ, അതുപോലെ ജസ്റ്റ് പ്രിൻ്റ് എഫ്, സ്കാൻ എഫ്, പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്, സ്കാൻ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയൊക്കെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ 0 ആയിട്ടാണ് കണക്കാക്കുക, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടൈം കോംപ്ലക്സിറ്റി ആയിട്ടാണ് കണക്കാക്കുക. Okay, the time t of p taken by a program p is the sum of its compile time and its run time. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. മൊത്തം ഒരു പ്രോഗ്രാമിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കമ്പൈൽ ടൈം ആൻഡ് റൺ ടൈം ആഡ് ചെയ്തതാണ്. കമ്പൈൽ ടൈം ഈസ് സിമിലർ ടു ദ ഫിക്സഡ് സ്പേസ് കോമ്പോണൻറ്റ് സിൻസ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻസ്റ്റൻസ് ക്യാരക്ടേഴ്സ്. നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റിയിൽ ഫിക്സഡ് ടൈം എന്ന് പറഞ്ഞ, ഫിക്സഡ് സ്പേസ് എന്ന് പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ് കമ്പൈൽ ടൈമിൽ വരുന്നത്. അത് നമുക്ക് ഇൻസ്റ്റൻസ് ഏതാണെന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം ഈസ് ഡിനോട്ടഡ് ബൈ ടി പി. പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിനെ നമ്മൾ ടി പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ടു ഡിറ്റർമൈൻ ടി പി വി റിക്വയർ എ ഡീറ്റെയിൽഡ് നോളജ് ഓഫ് കമ്പൈലേഴ്സ് ആട്രിബ്യൂട്ട്സ്. ദാറ്റ് ഈസ് വി മസ്റ്റ് നോ ഹൗ ദ കമ്പൈലർ ട്രാൻസ്ലേറ്റ്സ് അവർ സോഴ്സ് പ്രോഗ്രാം ഇൻ ടു ഒബ്ജക്റ്റ് കോഡ്. നമ്മൾ കമ്പൈലർ നമ്മുടെ പ്രോഗ്രാം കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ എന്തറിയാൻ പറ്റുള്ളൂ, എക്സിക്യൂഷൻ ടൈം നമുക്ക് അറിയാൻ പറ്റൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ വി ഹാവ് എ സിമ്പിൾ പ്രോഗ്രാം ദാറ്റ് ആഡ്സ് ആൻഡ് സബ്ട്രാക്ട് നമ്പേഴ്സ്. ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഉള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ലെറ്റ് n ഡിനോട്ട് ദ ഇൻസ്റ്റൻസ് characteristics, then tp of n equal to ca add of n plus subtraction of n plus ലോഡ്. LDA എന്ന് പറയുന്നത് എന്താണ്? ലോഡ്. ഓക്കെ, ലോഡ് അക്യുമുലേറ്റർ ഓഫ് n പ്ലസ് സ്റ്റോർ അക്യുമുലേറ്റർ ഓഫ് n. എന്താണ് ഈ LDA, STA? അതൊക്കെ നിങ്ങൾ മൈക്രോ പ്രോസസ്സറിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ആഡ്, സബ്, LDA, STA, CL എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മളുടെ മൈക്രോ പ്രോസസ്സർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഈ CA, CS, CL, CST എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻറ്റ്സ് ആണ്. These are the constants that refer the time needed to perform each operation. Add, sub, LDA, ST are the number of operations performed when the program is run with instance characteristics n. Add എന്ന് പറയുമ്പം ആഡ് ചെയ്യുന്നു, then subtract ചെയ്യുന്നു, അതുപോലെ തന്നെ ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്നു, സ്റ്റോർ ചെയ്യുന്നു, അക്യുമുലേറ്ററിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. Okay, a program is syntactically or semantically meaningful program segment whose execution time is independent of instance characteristics. പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ്, അതായത് ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, അതായത് ഏത് വാല്യൂ കൊടുത്താലും നല്ല രീതിയിൽ റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ സിൻറ്റാക്റ്റിക്കലി സെമാൻറ്റിക്കലി മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ പറയാം. അതിൻ്റെ എക്സിക്യൂഷൻ ടൈമും അതിൻ്റെ വേരിയബിൾസും തമ്മിൽ നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും അത് ഏകദേശം ഒരേ ടൈമിൽ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ആ ടൈം തന്നെ എക്സിക്യൂഷൻ നടക്കണം. അതിനെയാണ് നമ്മളൊരു നല്ല പ്രോഗ്രാം എന്ന് പറയുന്നത്. ഹിയർ വി വാണ്ട് ടു ഒബ്റ്റെയിൻ സ്റ്റെപ്പ് കൗണ്ട് ഫോർ സം ഫംഗ്ഷൻ ഇൻ ഐട്രേറ്റീവ് ഫംഗ്ഷൻ. ഐട്രേറ്റീവ് ഫംഗ്ഷനിൽ, അതായത് ഐട്രേഷനിൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് കൗണ്ട് എടുക്കുകയാണ്. സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ മെനി നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ നീഡഡ് ടു പെർഫോം ദി ഓപ്പറേഷൻ. അതാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഐട്രേറ്റീവ് ഫംഗ്ഷനിൽ ഒരു ഐട്രേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇത് എത്ര തവണ വർക്ക് ചെയ്യും എന്നുള്ളത്. ഓക്കെ, വി ഹാവ് ടു കൗണ്ട് ഓൺലി എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് ഇപ്പം നമ്മൾ
ഒരു 1 തൊട്ട് 10 വരെയാണ് നമ്മളുടെ കയ്യിലുള്ള വാല്യൂസ്. നമ്മൾ ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കോഡ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം നോക്കി അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റെപ്സ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ തന്നെ ഫ്ലോട്ട് സം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ വന്നു. അതിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ പാസ് ചെയ്തു ആൻഡ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റീജറും പാസ് ചെയ്തു. ടെംപ് സം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് 0 അസൈൻ ചെയ്തു വെച്ചു. കൗണ്ട് പ്ലസ് പ്ലസ് അസൈൻമെൻറ്റിന് വേണ്ടി കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്തു. ഇൻറ്റ് ഐ, then for I equal to 0, I less than n, I plus plus, count plus plus, temp sum plus equal to list. ഇവിടെ ഈ കൗണ്ട് പ്ലസ് ചെയ്യുന്നത് നമ്മൾ എത്ര എക്സിക്യൂഷൻ നടന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ കൗണ്ട് പ്ലസ് പ്ലസ് ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. കൗണ്ട് ഇല്ലാതെ നോക്കി നോക്കൂ. ആദ്യം നമ്മൾ ടെംപ് സം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ 0ലേക്ക് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. ദെൻ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അവിടെ for I equal to 0, I less than n, I plus plus, temp sum plus equal to list. അപ്പോൾ എന്ത് ചെയ്തു? ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അരയിലത്തെ ഓരോ വാല്യൂവും എടുത്തിട്ട് ടെംപ് സമ്മിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ദെൻ അവസാനം റിട്ടേൺ ടെംപ് സം. അത്രയേ ഉള്ളൂ നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അതിൽ ഓരോന്നിലും എത്ര സ്റ്റെപ്സ് വരുന്നുണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടെംപ് സം ഈക്വൽ ടു 0 എന്ന് പറയുമ്പം അവിടെ ഒരു അസൈൻമെൻറ്റ് നടന്നു അല്ലേ, ഒരു വേരിയബിൾ അസൈൻമെൻറ്റ് നടന്നു. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് നടന്നു. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റെപ്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് കൊടുക്കാം. ദെൻ അടുത്തത് ഡിക്ലറേഷന് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല ടൈം. അടുത്തത് ലൂപ്പിൻ്റെ ഉള്ളിൽ for I equal to 0. അപ്പോൾ അവിടെ ഓരോ പ്രാവശ്യവും ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് I less than n ആണോ എന്നുള്ളൊരു ചെക്കിങ് വരുന്നുണ്ട് അല്ലേ. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഫോർ ലൂപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൗണ്ട് വരുന്നത്. അതുകൊണ്ട് അവിടെ ഒരു കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്തു. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ടെംപ് സമ്മിലേക്ക് ഒരു എലമെൻറ്റ്, ഏതെങ്കിലും ഒരു എലമെൻറ്റ്, ഇപ്പോൾ ഐയുടെ വാല്യൂ എന്താണോ ആ ഐയുടെ വാല്യൂ a of I ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എലമെൻറ്റ് എന്തിലേക്ക് ആഡ് ചെയ്യും, ടെംപ് സമ്മിലേക്ക് ആഡ് ചെയ്യും. ആ ഒരു അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്, അഡീഷൻ നടത്തി ടെംപ് സം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്യുന്നത്. അതവിടെ എത്ര തവണ ആ ലൂപ്പ് എക്സിക്യൂഷൻ നടന്നോ അത്രയും തവണ ആ ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റേഷൻ നടക്കും. ഓക്കെ, ഇനി അവസാനം, ഏറ്റവും അവസാനം വെൻ ദ കണ്ടീഷൻ ഫെയിൽസ്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ ലൂപ്പിൻ്റെ ഉള്ളിൽ കടന്നേനെ. I less than n അല്ല എന്ന് പറയുമ്പോഴാണ് എവിടേക്ക് വരുന്നത്, ലൂപ്പിന് പുറത്ത് വരുന്നത്, അതായത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്തുള്ള എക്സിക്യൂഷന് വേണ്ടിയിട്ട്, ആ ഒരു കമ്പയറിങ്ങിന് വേണ്ടിയിട്ടാണ് ഫോർ ലൂപ്പ് കഴിഞ്ഞ ഉടനെയുള്ള കൗണ്ട് പ്ലസ് പ്ലസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ റിട്ടേൺ ടെംപ് സം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിട്ടേൺ ടെംപ് സം എന്ന് കഴിഞ്ഞിട്ട് കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്യാഞ്ഞത്? എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞിട്ടല്ലേ അതിനെ കൗണ്ട് ചെയ്തത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് റിട്ടേൺ കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്യാഞ്ഞത്? റിട്ടേൺ കണ്ടാൽ നമ്മൾ എങ്ങോട്ട് പോവും, ആ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി തിരിച്ച് എവിടെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് അവിടേക്ക് കൺട്രോൾ പോവും. പിന്നെ അവിടെ അടുത്ത ലൈൻ എക്സിക്യൂഷൻ നടക്കില്ല. റിട്ടേൺ ഈസ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ആ റിട്ടേണിന് വേണ്ടിയിട്ടുള്ള കൗണ്ട് നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നേ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ ഇൻ ദ എബവ് കോഡ് കൗണ്ട് വേരിയബിൾ ഈസ് ഇനീഷ്യലൈസ് ടു 0 ഇനീഷ്യലി, ദെൻ ഇറ്റ്സ് ഫൈനൽ വാല്യൂ വിൽ ബി 2n + 1. അതെങ്ങനെ 2n + 1 വന്നത് നോക്കി നോക്കൂ. ഫസ്റ്റ് ഇവിടെ 1 ആയി കേട്ടോ, ഫസ്റ്റ് സ്റ്റെപ്പിൽ അസൈൻമെൻറ്റ് സ്റ്റെപ്പിൽ അത് 1 ആയി. ദെൻ n ടൈംസ് എന്തിലേക്ക് കടക്കും, ലൂപ്പിലേക്ക് കടക്കും അല്ലേ. ഫ്രം 0 to n ടൈംസ് എന്തിലേക്ക് കടക്കും, ഫോർ ലൂപ്പിലേക്ക് കടക്കും. ഫോർ ലൂപ്പിലേക്ക് കടന്നാൽ അവിടെ 2 തവണ കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യും അല്ലേ. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ഫോർ ലൂപ്പ് ഈസ് 2n. ഓക്കെ, 2n. ദെൻ അറ്റ് ലാസ്റ്റ് ഏറ്റവും അവസാനം 2 ഇൻഡിപെൻഡൻറ്റ് കൗണ്ടിങ്ങും നടക്കും. ഒന്ന് അവസാനത്തെ കമ്പയറിങ്ങിന് വേണ്ടിയിട്ടും രണ്ടാമത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും. അപ്പോൾ ഒരു 2n നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഇനീഷ്യലൈസേഷൻ ഫസ്റ്റത്തെ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കൗണ്ട് ഉണ്ട്, ലാസ്റ്റ് എക്സിക്യൂഷൻ ലാസ്റ്റത്തെ ചെക്കിങ്ങിന് വേണ്ടിയിട്ടൊരു കൗണ്ട് ഉണ്ട്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കൗണ്ട് ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ എന്ത് കിട്ടിയത്, 2n + 3 എന്ന് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ഈസ് 2n + 3. സോ ഈച്ച് ഇൻവൊക്കേഷൻ ഓഫ് സം എക്സിക്യൂട്ട്സ് എ ടോട്ടൽ നമ്പർ ഓഫ് 2n + 3 സ്റ്റെപ്സ്. ഓരോ തവണ ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചാലും അവിടെ 2n + 3 നമ്പർ ഓഫ് സ്റ്റെപ്സ് എക്സിക്യൂഷൻ
നടക്കും. Now we will construct a table which is step count table. We will first enter steps for the statement, next figure out the frequency and then total steps and then final step count. അതായത് ഓരോന്നിൻ്റെയും നോക്കൂ സ്റ്റെപ്പ് കൗണ്ട് നോക്കും, എത്രയാണ് അതിൻ്റെ ഫ്രീക്വൻസി, എങ്ങനെ, അതായത് ഇപ്പം നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച അതേ കാര്യം ടാബുലാർ ഫോമിലേക്ക് മാറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം വരുന്നത് സ്റ്റെപ്സ്, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി, എത്ര സ്റ്റെപ്സ് ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, എത്ര തവണ അത് വർക്ക് ചെയ്യുന്നുണ്ട്, ദെൻ ടോട്ടൽ സ്റ്റെപ്സ്, എന്നിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം എത്ര സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോഗ്രാം കണ്ടുപിടിക്കുക. ഇനി ടൈം കോംപ്ലക്സിറ്റി ഓഫ് റിക്കേഴ്സീവ് സമ്മിങ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇതേ സാധനം തന്നെ റിക്കേഴ്സീവ്ലി നമ്മൾ ചെയ്യുക, വിത്തൗട്ട് കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും വിത്ത് കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അതന്നെ ഇതാണ് പ്രോഗ്രാം. വിത്തൗട്ട് കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുക. അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ കിട്ടണം എത്ര കൗണ്ട് വരുന്നുണ്ട് എന്ന്. അപ്പോൾ ആദ്യം കൗണ്ട് ഉള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ RSum എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷൻ വിളിച്ചു, അതിലേക്ക് കടന്നു, കൗണ്ട് ++ ആദ്യം തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്താണ്, ഇഫ് കണ്ടീഷണൽ ആണെങ്കിൽ, അതായത് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇഫ് n ആണ്, അതിന് വേണ്ടിയിട്ടുള്ള കൗണ്ടാണ് ആദ്യം ചെയ്തത്. ഓക്കെ, ഇഫ് കണ്ടീഷണൽ വേണ്ടിയിട്ട്, ഓക്കെ, അതിനുള്ള കൗണ്ടാണ് ആദ്യം ചെയ്തത് ഇഫ് n. അപ്പോൾ ഇഫ് n എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ദെൻ റിട്ടേൺ RSum ഓഫ് ലിസ്റ്റ് n-1 പ്ലസ് ലിസ്റ്റ് ഓഫ് n-1. അവിടെ എന്താ ചെയ്യുന്നത്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും RSumനെ വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടും ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. റിട്ടേൺ RSum ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞാലോ ലാസ്റ്റ് റിട്ടേണിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്നത് ഫോർ ദ ബൗണ്ടറി കണ്ടീഷൻ ഓഫ് n = 0 ഓൺലി ഇഫ് ദ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആർ എക്സിക്യൂട്ടഡ്. അല്ലേ, എന്താ സംഭവിക്കുന്നത്, n = 0 ആണെങ്കിൽ ആകെ ആ ഒരു കണ്ടീഷനും റിട്ടേൺ 0 എന്ന് പറഞ്ഞ കണ്ടീഷനും മാത്രമേ നടക്കുള്ളൂ. n > 0 ആണെങ്കിൽ മാത്രമാണ് മിഡിലുള്ള എന്താ പറയുക റിട്ടേൺ RSum എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ n = 0 ആണെങ്കിൽ അവിടെ ടോട്ടൽ സ്റ്റെപ്പ് കൗണ്ട് ഇസ് 2. 2 സ്റ്റേറ്റ്മെൻറ്റേ അവിടെ നടക്കുള്ളൂ ഇഫ് n = 0. ഫോർ n > 0 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, ഫസ്റ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, എന്നിട്ട് അവിടെ ഒരു എന്താ പറയുക റിക്കേഴ്സീവ് കോളാണ് വരുന്നത്. അപ്പോൾ ഓരോ റിക്കേഴ്സീവ് കോളിനും വീണ്ടും 2 സ്റ്റെപ്പ് വീതം ആഡ് ചെയ്യും. അപ്പോൾ അവിടെ സ്റ്റെപ്പ് കൗണ്ട് ഫോർ ദ ഫങ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 2n + 2 ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ടേബിൾ. ഇനി റിക്കേഴ്സീവ് സമ്മിങ് ഫങ്ഷൻ ഇതാ നേരത്തെ കണ്ട പോലെ തന്നെ ടാബുലാർ ഫോമിൽ വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. n = 0 ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസിൽ നിങ്ങൾ നോക്കണം. ദെൻ n > 0 ഉള്ള കേസിൽ നോക്കണം. n = 0 ആണെന്നുണ്ടെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സേ വർക്ക് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റും റിട്ടേൺ 0 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ n = 0 എന്ന് പറഞ്ഞ കണ്ടീഷന് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഈസ് 2n. ഇനി n > 1 ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, റിട്ടേൺ RSum എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. റിട്ടേൺ RSum ചെയ്താൽ വീണ്ടും ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ എഗെയിൻ എന്താ ചെയ്യുക, ഇഫും റിട്ടേൺ 0യും വർക്ക് ചെയ്യും ഇഫ് n = 0 അഗെയിൻ സെക്കൻഡ് ഐറ്ററേഷനിലും. അവിടെ n > ആണെങ്കിൽ പിന്നെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഓരോ തവണ റിക്കേഴ്സീവ് കോൾ ചെയ്യുമ്പോഴും അവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഒരു റിക്കേഴ്സീവ് കോളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ 2n അത്രയും 2n ടൈംസ് എന്ത് ചെയ്യും, ഈ റിട്ടേൺ RSum എന്നുള്ളതിനെ വിളിക്കും. അപ്പോൾ n ടൈംസ് വിളിച്ചാൽ n ടൈംസ് RSum എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷന് റിക്കേഴ്സീവ്ലി വിളിച്ചാൽ അവിടെ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. പിന്നെ ഇനീഷ്യലി അതായത് n = 0 എന്ന് പറഞ്ഞ കണ്ടീഷനിലും എന്താ വരിക, 2 വരിക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഈസ് 2n + 2.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ്റെ സ്റ്റെപ്പ് കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതും എഫിഷ്യൻസി ഓഫ് അൽഗോരിതം എന്ന് പറയുന്നതും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ കൺക്ലൂഷനാണ്. കൺക്ലൂഷനിൽ നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റിയുടെയും ടൈം കോംപ്ലക്സിറ്റിയുടെയും ഒക്കെ എല്ലാറ്റിൻ്റെയും കൂടിയാണ് പറയുന്നത് കേട്ടോ. ദ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഹാസ് ലോവർ സ്റ്റെപ്പ് കൗണ്ട് ദെൻ ഇറ്റ്സ് ഐറ്ററേറ്റീവ് കൗണ്ടർ പാർട്ട്. അതായത് റിക്കേഴ്സീവ് ഫംഗ്ഷനാണ് എന്ത് സ്റ്റെപ്പ് കൗണ്ട് കുറവുള്ളത്. നമ്മളിപ്പോൾ ഐറ്ററേഷൻ്റെയും കണ്ടു, റിക്കേർഷൻ്റെയും കണ്ടു അല്ലേ. റിക്കേഴ്സീവ് ഫംഗ്ഷനാണ് എന്ത് കുറവുള്ളത്, സ്റ്റെപ്പ് കൗണ്ട് കുറവുള്ളത്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ ടിപ്പിക്കലി റൺ സ്ലോവർ ദാൻ ഐറ്ററേറ്റീവ് ഫംഗ്ഷൻ ആൻഡ് ടേക്സ് മോർ ടൈം ദാൻ ദോസ് ഓഫ് ഐറ്ററേറ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് കൗണ്ട് കുറവാണെങ്കിലും ഓക്കെ, പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്, സ്ലോവർ ആണ്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എപ്പോഴും സ്ലോവർ ആണ് ആൻഡ് ടേക്സ് മോർ ടൈം. അതന്നെ സ്ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്സ് മോർ ടൈം. ഐറ്ററേറ്റീവ് ഫംഗ്ഷനെക്കാട്ടിലും കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഓൾസോ യൂസസ് മോർ മെമ്മറി സ്പേസ്. മെമ്മറി സ്പേസ് കൂടുതലും ആർക്കാണ് വേണ്ടത്, റിക്കേഴ്സീവ് ഫംഗ്ഷനാണ് വേണ്ടത്. ഫോർ സ്പേസ് കോംപ്ലക്സിറ്റി ഐറ്ററേറ്റീവ് ഫംഗ്ഷൻ ഈസ് ബെറ്റർ ദാൻ റിക്കേഴ്സീവ് ഫംഗ്ഷൻ. സ്പേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നല്ലത്, ഐറ്ററേറ്റീവ് ഫംഗ്ഷനാണ് ബെറ്റർ. ഫോർ ടൈം കോംപ്ലക്സിറ്റി റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഈസ് ബെറ്റർ ദാൻ ഐറ്ററേറ്റീവ് ഫംഗ്ഷൻ. ടൈം കോംപ്ലക്സിറ്റീനെ ബേസ് ചെയ്ത് നോക്കിയാൽ റിക്കേഴ്സീവ് ഫംഗ്ഷനാണ് കുറച്ചും കൂടി ബെറ്റർ. ഇവിടെ ടൈം കോംപ്ലക്സിറ്റിയുടെ അവർ എഴുതിയതിൻ്റെ ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ അവർക്ക് എഴുതിയതിൻ്റെ സ്ലോവർ ഫാസ്റ്റർ എന്നുള്ള ഒരു പേര് മാറിപ്പോയതാണ്. ടൈം കോംപ്ലക്സിറ്റി വരുമ്പോൾ നമ്മളിവിടെ കണ്ടു അല്ലേ, നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഐറ്ററേറ്റീവ് ഫംഗ്ഷനിൽ വരുമ്പം 2n+3യും റിക്കേഴ്സീവ് ഫംഗ്ഷനിൽ വരുമ്പം 2n+2 ആണ്. അപ്പോൾ ഏതായിരിക്കും ഫാസ്റ്റർ വരിക, ഫാസ്റ്റർ എന്തായാലും റിക്കേഴ്സീവ് ആണ് വരിക. ഓക്കെ, അപ്പം അവിടെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ടിപ്പിക്കലി റൺ ഫാസ്റ്റർ ദാൻ ഐറ്ററേറ്റീവ് ഫംഗ്ഷൻ എന്നാണ് വരേണ്ടത്. ഓക്കെ, ആൻഡ് ടേക്സ് മോർ ടൈം, ലെസ് ടൈം ആണ് വരേണ്ടത്. അതെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. എങ്ങനെയാണെങ്കിലും ടൈം കോംപ്ലക്സിറ്റീനെ ബേസ് ചെയ്ത് പറയുമ്പോൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഇസ് ബെറ്റർ ദാൻ ഐറ്ററേറ്റീവ് ഫംഗ്ഷൻ. സ്പേസ് കോംപ്ലക്സിറ്റീനെ കുറിച്ച് പറയുമ്പം ഐറ്ററേറ്റീവ് ഫംഗ്ഷൻ ഈസ് ബെറ്റർ ദാൻ റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കോംപ്ലക്സിറ്റി, അതായത് സ്പേസ് കോംപ്ലക്സിറ്റി ആൻഡ് ടൈം കോംപ്ലക്സിറ്റി. ഇനി നമ്മൾ ഈ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ വിശദമായിട്ട് അടുത്തടുത്ത ടോപ്പിക്കുകളിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കുക. രണ്ടിലും സ്പേസ് കോംപ്ലക്സിറ്റിയിലും ടൈം കോംപ്ലക്സിറ്റിയിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മടിക്കാതെ തന്നെ ചോദിക്കുക. പേഴ്സണലി മെസ്സേജ് അയക്കുക, വിളിക്കുക, എങ്ങനെയാണെങ്കിലും പഠിക്കുമ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ.